അമൂല്യരത്നങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് മരതകം. ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രശസ്ത പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു. ജെംസ് വേൾഡ്. നമസ്കാരം. ജെംസ് വേൾഡിൻ്റെ പുതിയൊരു അധ്യായം. ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് ഉണ്ട്. സാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് വന്നത് മരതകത്തെ കുറിച്ചാണ്. എങ്ങനെ ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, മൈനിങ്ങിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു രത്നം ലഭിക്കുന്നത്? വേൾഡിൽ നമുക്കിപ്പം ഇന്ത്യയിലെ കാര്യം എടുത്താൽ നമുക്ക് രാജസ്ഥാനിലുണ്ട് മൈനിങ്. അതുപോലെ തന്നെ വേൾഡ് ഫേമസ് മൈൻ എന്ന് പറയുന്നത്, ആദ്യത്തെ മൈൻ എന്ന് പറയുന്നത് കൊളംബിയൻ മൈനാണ്. കൊളംബിയൻ മൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നും അത് ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എമറാൾഡ് എന്ന് അടിച്ചാൽ ആദ്യം കൊളംബിയ എന്ന് വരും. കാരണം അത് ജിയോഗ്രാഫിക്കലി അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണത്. പിന്നെ നമുക്ക് സാംബിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുണ്ട്. സാംബിയൻ എമറാൾഡ്, കൊളംബിയൻ എമറാൾഡ്, അങ്ങനെ ഇത് പറയുന്നത് തന്നെ. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ അല്പം പ്രൈസിങ് ഉള്ളതാണ്. ഈ രണ്ടും കൊളംബിയന് വളരെ നമുക്ക് സാധാരണക്കാരന് പറ്റില്ല, അത്രയ്ക്ക് വിലയുണ്ട്. ഒരു ക്യാരറ്റിനൊക്കെ തന്നെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് വില വരും. തന്നെയല്ല, ഇപ്പോൾ ഈ കൊളംബിയൻ മൈനൊക്കെ കുറവാണ്. കാരണം പ്രൊഡക്ഷൻ കുറവാണ്. ഇത് വരുന്നത് നമുക്ക് റിലയബിളും അല്ല, നമുക്ക് വിശ്വസിക്കാനും പറ്റില്ലാത്ത തരത്തിലുള്ള ഭയങ്കര ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇപ്പോൾ വരുന്ന കല്ലുകൾ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സംശയത്തോടു കൂടിയാണ് നോക്കാൻ പറ്റുള്ളൂ. ഈ പണ്ടത്തെ ആ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മൈൻ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. പല സ്ഥലത്തും മൈനുകൾ വന്നു. അതിനൊന്ന് ബ്രസീലിൽ നിന്ന് വരുന്ന എമറാൾഡ് ഉണ്ട്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന കല്ലുകൾ ഈ പറഞ്ഞതുപോലെ ചില മൈനുകൾ നല്ല റിച്ച് ആയിട്ടുള്ള അതിൻ്റെ കണ്ടൻസ്, അതായത് ബെറിലെന്ന് പറയുന്ന ഒരു മിനറൽ കണ്ടൻ്റാണ് എമറാൾഡിലുള്ളത്. ബ്രസീലിലെ എമറാൾഡൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുതലാണ്. വേൾഡിലെ നമ്പർ 1 പ്രൊഡക്ഷൻ നടക്കുന്നതാണ് ബ്രസീൽ. അപ്പം നമ്മളൊക്കെ കൂടുതലും ബ്രസീലിയൻ എമറാൾഡ്സ് ആണ്. പിന്നെ നമ്മൾ സാംബിയൻ ഉണ്ട്. കൊളംബിയ വളരെ ആർക്കെങ്കിലും അത്രയും കൊളംബിയ കിട്ടിയേ മതിയാവുമെന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ വരുത്തി അത് എത്തിച്ചു കൊടുക്കും. ഇന്ത്യയിലെ ഒരു പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ട്? ഇതിൻ്റെ കുറവാണ്. രാജസ്ഥാനാണ്. രാജസ്ഥാനാണ്. ജയ്പൂർ അതിൻ്റെ ഒരു ഹബ്ബാണ്, ട്രേഡിങ് നടക്കുന്നത്. എമറാൾഡിൻ്റെ ട്രേഡിങ് ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്കും കട്ടിങ്, പോളിഷിങ്, അത് ഓർണമെൻറ്റ്സിലേക്ക് പോകുന്നതും ഒക്കെ ജയ്പൂരെ മാത്രം ഒരു കുത്തക പോലെ നിൽക്കുന്നൊരു സ്ഥലമാണ്. ജയ്പൂർ ഇതിൻ്റെ ഒരു മൊത്തം ജെം സ്റ്റോൺസിൻ്റെ ഒരു ട്രേഡിങ് മാർക്കറ്റാണ്. എന്നാൽ പോലും എമറാൾഡിനാണ് അത് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ധാരാളം ആൾക്കാർക്ക് ജോലിയും മറ്റൊക്കെ ഉണ്ട്. ഇതുമായിട്ട് പോലെ തന്നെ അത് ചെയ്യുന്നുണ്ട്. ലേഡീസിനുമൊക്കെ കിട്ടുന്ന ഇതാണ്. അപ്പോൾ എപ്പോഴും എമറാൾഡിൻ്റെ കല്ലിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ടുള്ള സ്റ്റോണാണ്. നമ്മൾ ഓർണമെൻറ്റ്സ് പിടിപ്പിക്കുമ്പോഴാണേലും ഇവിടെ നമ്മളുടെ ഷോപ്പിലൊക്കെ പണിയാൻ കൊടുത്താലും ദിവസവും ഇതുമായിട്ട് പണിയുന്ന ആളാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ എമറാൾഡ്. അപ്പോൾ അവരും എമറാൾഡിന് ഒരു കെയർ കൊടുത്താണ് ചെയ്യുന്നത്. കാരണം എമറാൾഡിൻ്റെ അലൈൻമെൻ്റ് ഒന്നും ശരിയല്ലെങ്കിൽ തന്നെ ഇരുന്ന് പൊട്ടിപ്പോവും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഷോറൂമിൽ കുറേ കാലം ഇരുന്ന് അത് ബ്രേക്കായി പോവും. പെട്ടെന്നൊരു ഡീഹൈഡ്രേഷൻ ബാധിക്കും. അപ്പോൾ അതിനകത്ത് ആ ഇൻക്ലൂഷൻസ് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എമറാൾഡിനെ കുറിച്ച്. അത് പഠിച്ചാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് നമ്മൾ വരുന്ന ഒരു കസ്റ്റമറെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഫ്ലോസ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഈ ഫ്ലോസ് എന്തെല്ലാം ഫ്ലോസ് വേണം, നമുക്ക് ഇൻക്ലൂഷൻസ് വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കറുത്ത മാർക്കും പാടുകളും ഉള്ളത് പറ്റത്തില്ല. എന്നാൽ ജര പോലെ മരക്കാരൻ ജാർഡിൻ എന്നായി ഇൻക്ലൂഷന് പറയുന്നത്. ആ വേർഡ് എന്ന് പറയുന്നത് തന്നെ ട്രീ എന്നാണ്. ട്രീ, ബ്രാഞ്ചസ്, ഒരു ഗാർഡൻ എഫക്റ്റാണ്. ഈ കല്ലിനകത്ത് നോക്കിയാൽ ഇത് തന്നെ ഇലയും ബ്രാഞ്ചസും പോലെ പൂത്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു ഇൻക്ലൂഷൻ ആ കല്ലിനകത്ത് ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ വരുന്നതും ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയുന്ന മാർക്കറ്റിൽ വരുന്നതുമൊക്കെ നമുക്ക് ഇതാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന അവിടം കൊണ്ടാണ്. അപ്പോൾ കല്ലുകളുടെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ഓരോ കല്ലിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. മരതകത്തിന് ഫ്ലോസ് വേണം. കണ്ടാൽ നമുക്ക് നല്ല പാടും മാർക്കും എല്ലാം ഉണ്ടല്ലോ, ഇത് ഒറിജിനൽ. എന്നാൽ ഒട്ടും ഗ്ലാസ് പോലെ ഇരിക്കുന്ന മുമ്പ് നമ്മൾ സംശയിക്കണം.
അപ്പോൾ അന്ന് എല്ലാ കല്ലിനും ഒരേ തരത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും അതൊരു കുറച്ച് കൗതുകരമായ ഒരു കാര്യമാണ്. അതായത് കുറച്ച് മാർക്കുകളൊക്കെ കാണുന്നതാണ് ഒറിജിനൽ മരതകം എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. നമസ്കാരം.